നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അതിന് വേണ്ടിയിട്ട് ഇതിനൊരു ഗ്ലാസ് അരി കൈമ റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മളിപ്പം 10 മിനിറ്റ് ഇടാവുള്ളൂ. അതിൻ്റെ വെള്ളമെല്ലാം വന്നു പോകാനായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു സവോള നേരിയതായിട്ട് തീരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം അതിനേക്കാൾ അല്പം കൂടെ കനം കൂട്ടി എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു, ഏലയ്ക്ക, പട്ട, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്. ഇനി നമുക്ക് ഈ ചേരുവകളൊന്ന് വറുത്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും സവോളയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കുക, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഒത്തിരി അങ്ങ് കറുപ്പിച്ച് കളയണ്ട. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കിസ്മിസ് കൂടെ മൂപ്പിച്ചെടുക്കാം. കിസ്മിസൊക്കെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ്. അത് ഇതുപോലെ ബോൾസായി വരുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ തീരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ വെള്ളം അളന്ന് വെച്ചിരിക്കുകയാണ്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിൽ വെള്ളം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. ഇത്രയും ഫ്രൈ ആയാൽ മതി. ഒത്തിരി അങ്ങ് മൂപ്പിച്ച് കറുപ്പിച്ചൊന്നും കളയണ്ട. ഈ പരുവാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇപ്പം എല്ലാം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. 2 സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ കഷ്ണം കറുവ, 4 ഏലയ്ക്ക, 4 ഗ്രാമ്പു ഇത്രയും കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ട് സവാള ഇട്ട് മൂപ്പിച്ചു. വാടി വന്നിട്ട് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒത്തിരി മൊരിഞ്ഞ് പോകണ്ട. നല്ല ഒന്ന് വഴന്ന് വരണം. നന്നായിട്ടൊന്ന് വാടി വരണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഒന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അരിയുടെ വെള്ളം എല്ലാം നന്നായിട്ട് പാർന്നു പോയ ശേഷം ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കർക്കിടക മാസമൊക്കെ അല്ലേ നെയ്ച്ചോറൊക്കെ വെച്ച് കഴിക്കുക. അപ്പം നമ്മുടെ ശരീരത്ത് നെയ്യുടെ അംശങ്ങളൊക്കെ കൂടുതലായി ചെല്ലേണ്ട സമയങ്ങളാണ്.
അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതേപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അധികം ചിലവും ഇല്ലാതെ നമുക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണമാക്കി ഇത് എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. അപ്പം അരിയെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇപ്പുറത്ത് അടുപ്പത്ത് വെച്ച് നമ്മൾ വെള്ളം അളന്ന് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ആ തിളപ്പിച്ച വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത് ചോറ് കൂട്ടി എല്ലാം കൂടെ കുഴഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്. ഇനി ചോറിന് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കി രുചിച്ച് നോക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതായത് വെള്ളം നന്നായിട്ട് വറ്റി അരിയും വെന്ത് വരണം. നമുക്ക് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 7 മിനിറ്റോളമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പരുവത്തിനുള്ള വേവാണ്. ഈ പരുവാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കേണ്ടത്. അരിയെല്ലാം നന്നായിട്ട് കറക്റ്റ് വേവാണ്. ചോറ് ഒട്ടിയിട്ടും ഒന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, വറുത്ത് വെച്ചിരുന്ന സവാള, അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് പകർന്നു വയ്ക്കാം. ഇതിൻ്റെ കൂടെ ബീഫ് ഫ്രൈ ഒക്കെ നല്ലതാണ്. പക്ഷെ കർക്കിടക മാസമാകുമ്പോൾ റെഡ് മീറ്റൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. നമ്മളിന്ന് ഇതിൻ്റെ കൂടെ കച്ചമ്പറും പപ്പടവും അച്ചാറും മാത്രമാണ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം.